ഇറങ്ങണെങ്കിൽ തിരുപ്പണിയാട്ടാ. ഈ സ്ഥലത്തോടെ ഞാൻ അന്ന് സീതാക എന്ന് പറഞ്ഞ സിനിമയിൽ ഷൂട്ട് ചെയ്ത് എരിയണത്. എനിക്ക് ഒരൊറ്റ ഡയലോഗുള്ളോ, ആ ഡയലോഗ് എനിക്ക് ഓർമ്മയില്ല. അതിമനോഹരമായൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് പറയണത്. മഴ പെയ്യുന്ന ടൈമിൽ വെള്ളം ഉണ്ടാവും, മഴയില്ലാത്ത സമയത്ത് വെള്ളം ഉണ്ടാവില്ല. അതല്ല വെള്ളച്ചാട്ടത്തിന് അങ്ങനെ തന്നെയാണ്. ഒരു പൊട്ടെനിക്ക് കരഞ്ഞ് കൊതി പറ്റും. നല്ല അയ്യോ ഭയങ്കര സ്ഥലേ. അതാ ഞാൻ പറഞ്ഞത്. മുകളിൽ എന്താണുള്ളത്? ഇപ്പൊ നല്ല മൂടായി ഇവിടെ. ഇപ്പൊ ട്രെൻഡ് പാട്ടാന്നുണ്ടല്ലേ സരിത? ഫ്രഞ്ച് പാട്ടാ. ഫ്രഞ്ച് അല്ല, ട്രെൻഡ്. ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി. താമര ഈ അമ്പലല്ലേ അതില് കുറച്ച് പറിച്ചോണ്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ടിലത്തെ കുളത്തിലിടാം. പ്രിയപ്പെട്ടവരെ നമസ്കാരം. എൻ്റെ കയ്യിൽ 2 തോർത്തിരിക്കുന്നുണ്ട്. ഒരു തോർത്ത് ജഗുവിനും ഒരു തോർത്ത് എനിക്കും. നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ കുണ്ടുകാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ അതിമനോഹരമായൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് പറയണത്. ഞങ്ങൾക്ക് അറിയില്ല. എന്തായാലും അടുത്തല്ലേ, ഇവിടെ വരയ്ക്കല്ലേ വരണ്ടോ, ഒന്ന് വന്ന് നോക്കാലോ എന്ന് ചേച്ചി വന്നതാണ്. നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് ഒരു 20 കിലോമീറ്റർ ദൂരെയാണ് കേട്ടത്. അതേ വട്ടായി സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞതല്ലേ വെള്ളത്തിന്റെ. ഒരു മനോഹരമായ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം. അല്ലത് ഇറങ്ങാൻ പറ്റില്ലേ നമുക്ക്? ഇതിലിറങ്ങാം. സരിതയിൽ ഇറങ്ങാം. എന്തിറങ്ങാത്തെ? ഇറങ്ങാൻ കുഴപ്പമില്ല, കേറാൻ വയ്യ അല്ലേ? അതാലോചിച്ചിട്ട് അവരവിടെ നിൽക്കണം. തൃശ്ശൂരിന്ന് വെള്ളച്ചാട്ടം ചേട്ടാ. കുട്ടികളൊക്കെ അങ്ങോട്ട് പോയിട്ടില്ലേ? പേര് ആനി. ആനി ചേച്ചി അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാണ്ട് നോക്കിയേ കണ്ട. ദൈവമേ, ഇതിറങ്ങണെങ്കിൽ തിരുപ്പണിയാട്ടാ. ടാസ്കാണ് ടാസ്ക്. അഗാധമായ ഗർത്തത്തിലേക്കാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പൊ നമ്മള് വണ്ടി അവിടെ ഇട്ടു. 2 വഴിയുണ്ട്. അതിലും വരാണെങ്കിൽ മോളിയോടെ കയറാം, ഇതിലെ വരാണെങ്കിൽ അടിയോടെ കയറാം. അല്ല, അടിയോടെ കയറില്ല. അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ മോളിലേക്ക് എത്തും, വെള്ളച്ചാട്ടത്തിന്റെ മോളിലേക്ക് എത്തും. ഇപ്പൊ നമ്മള് വെള്ളച്ചാട്ടത്തിന്റെ അടിയിൽ നല്ലതിന്റെ വെള്ളം വീണ ഭംഗി കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മള് ആദ്യമായിട്ട് വന്നതാ. ഇല്ലില്ല, മോളിലേക്ക് പോയില്ലേ? മോളിലേക്ക് പോകാൻ താല്പര്യമില്ല. അതല്ല തമാശ. നമ്മൾ കോടയിൽ വണ്ടി കയറുന്ന മഴ പെയ്യാണെങ്കിലോ? കുളിക്കാനല്ല പോണേ. കുളിക്കാൻ പോണവർക്ക് മഴ പെയ്ത് എന്താ കുഴപ്പം? അതാണ് ചെയ്യാൻ പാടില്ലല്ലോ. ഞാൻ തൃശ്ശൂരിന്ന് ഒല്ലൂര്. അപ്പൊ ഞാൻ പോയിട്ട് വരാട്ടാ. അല്ല, അവിടെ ഭയങ്കരമായൊരു സാധനമുണ്ട്. ഇവിടെ ഈ സ്ഥലത്തോടെ ഞാൻ അന്ന് സീതാക എന്ന് പറഞ്ഞ സിനിമയിൽ ഷൂട്ട് ചെയ്ത് എരിയണത്. സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ലൊക്കേഷൻ ആയിരുന്നോ? നമ്മള് സിനിമയില് അഭിനയിച്ചിട്ടുള്ള സ്ഥലമാണത്. ഒരു സിനിമയിൽ അഭിനയിച്ചെന്ന് പറഞ്ഞില്ലേ നമ്മള്? ആ സിനിമ സീതാകാരി എന്ന് പറഞ്ഞ സിനിമ, അതിൽ അഭിനയിച്ചിട്ടുള്ള സ്ഥലമാണ്. ഇതൊരു പാറമട. ഇതിൽ കൂടെ തന്നെയാണോ പോണ്ടത്? അതെ, വെള്ളച്ചാട്ടം കാണണ്ട. ഒരു കൊച്ചു വെള്ളച്ചാട്ടണ്. അത് മഴ പെയ്യുമ്പോ മാത്രമേ കാണുള്ളൂ എന്ന് മാത്രം. എന്തിനാ നോക്കുന്നത്? അല്ല, അവിടെ നമ്മള് അതിന്റെ മോളിയോടെ റോഡ് കണ്ടിട്ടുണ്ട്. പറഞ്ഞോ ചേട്ടൻ തൊട്ടേക്ക് ഇവിടെ അഭിനയിച്ചത്. ഇവിടെ അഭിനയിച്ചത് നമ്മുടെ 6-ാം നമ്പർ സിനിമയില്ലേ? അതിലത്തെ മറ്റേ മണീനെ അന്വേഷിച്ചിട്ട് മോഹൻലാലും ഇവരൊക്കെ ചെല്ലില്ലേ? ആ മനയിലേക്ക് ചെല്ലില്ലേ? മനയിലേക്ക് ചെല്ലുമ്പോ മറ്റേ ഈ ബാലസുന്ദരൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളില്ലേ, ഇങ്ങനെ ഒരു കാർന്നിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ആളുടെ മക്കളും കഴിഞ്ഞ ഇവിടുന്ന് ആരും കൊണ്ടുപോകാനായിട്ട് വരില്ല എന്ന് പറയുന്നത്. അപ്പൊ ആ മറ്റാളെ പേരുന്ന ബാലസുന്ദരൻ, ആളൊപ്പമുള്ള ഒരു റോളാണ് ഞാൻ അഭിനയിച്ചത്. എനിക്ക് ഒരൊറ്റ ഡയലോഗുള്ളോ, ആ ഡയലോഗ് എനിക്ക് ഓർമ്മയില്ല. കൊല്ലം എത്രയായി? 8 കൊല്ലായില്ല. ഒരു ഒറ്റ ഡയലോഗല്ലേ ഉണ്ടായിരുന്നുള്ളൂ, എന്നിട്ട് അത് മറന്നുപോയി. അങ്ങനെ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ സന്തോഷം. എന്താ പേര്? അമ്മ ഭയങ്കര ഫാനാ. അതെ, ഇവിടെ അമ്മ വന്നിട്ട് ഞാനിങ്ങനെ ഈ വഴിക്ക് പോയപ്പോ ചുമ്മാ അങ്ങനെ വന്നു. എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാ. അറിയാം. ഞാനിത് കഴിഞ്ഞിട്ട് മറ്റേ ചപ്പാറയ്ക്ക് പോകാനാ. അപ്പൊ ഈ വഴി തന്നെ പോയാൽ മതില്ലേ? അതിനെ പോയാൽ മതി. മറ്റേ വഴി പോകണ്ട, മോശം വഴിയാ.
അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് അവിടെ കുറേ പേര് കുളിക്കുന്നുണ്ട്. ആഹാ ജഗ് നോക്കിയേ കണ്ട അടിപൊളി. ഒരു 30 അടി ഹൈറ്റ് ഉണ്ടാവും അല്ലേ? വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ മാതിരി പോയി നോക്കിയിട്ട് വരാം. ഭയങ്കര ഇതല്ലേ കുഞ്ഞീത്. ജൈവന് കുടിക്കണ മുറിഞ്ഞു കുടിക്കണ ജൈവനെ കുടിക്കണ ഇടുവാ. തോർത്ത് കൊണ്ട് കൊടുത്തിട്ടൊന്നും അവിടെ നിൽക്കാൻ വലിയ തോർത്ത് കൊണ്ട് പൂട്ടാ. അല്ല ഞാൻ ഇറങ്ങണ്ട. മീനുകൾ നിറച്ച് മീനുകളുണ്ട് കാലമേ. അവിടേക്ക് ഇറങ്ങണം നിനക്ക്. ഞങ്ങളുടെ വെള്ളച്ചാട്ടത്തിൽ കുളിച്ചില്ല. ജഗുവിനോട് കുറേ വട്ടം കുളിക്കാൻ പറഞ്ഞു, പക്ഷെ അവൻ കുളിച്ചില്ല. അപ്പോൾ നമ്മളിവിടെ മടങ്ങാണ് കേട്ടാ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് മാലിന്യം നിക്ഷേപിക്കരുത്. ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യം മാത്രമുള്ളൂ. മദ്യപാന ലഹരി വസ്തുക്കളുടെ ഉപയോഗം കർശനമായി നിരോധിച്ചിരുന്നു. വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കരുത്. ക്വാറിയിലേക്ക് ഇറങ്ങരുത്. ഈ പാറടുക്കിന്റെ ഇടകൂടെ പോയേ ഈ പാറടുക്കിന്റെ ഇടകൂടെ സരിതാ ഇതാണ് മുരളിയേട്ടൻ ഇവരൊക്കെ ബലാസംഗം ചെയ്തിട്ട് ഓടി വരുന്നത്. ഈ ഇതിവിടെ ശിവദാസ് ഇവരൊക്കെ കണ്ട ഇതാണ് മൈലാഞ്ചി. നമ്മുടെ കണ്ട മൈലാഞ്ചി കണ്ട എന്തൊരു വലിയ തടി നോക്കിയതിൻ്റെ അല്ലേ. മൈലാഞ്ചി കാട്ടിൽ പാറിപ്പറന്ന് വരും മണിവർണ്ണ പൂവൻ ചേട്ടാ, നിന്റെ മനസ്സിലൊളിച്ചിരിക്കും മദന മറ്റാരും കണ്ടില്ലയോ. അപ്പോൾ ഈ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊച്ചു വെള്ളച്ചാട്ടം. മഴ പെയ്യുന്ന ടൈമിൽ വെള്ളം ഉണ്ടാവും, മഴയില്ലാത്ത സമയത്ത് വെള്ളം ഉണ്ടാവില്ല. അതല്ല വെള്ളച്ചാട്ടത്തിന് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ അധികം രണ്ടുപേര് തോർത്ത് കൈ പിടിച്ചിട്ട് എന്താ ഇറങ്ങാഞ്ഞേ? ഞങ്ങൾ ഇറങ്ങിയില്ല. ഏയ് അല്ലാണ്ട് അവിടെ ഒരു കോറി ഉണ്ട് കേട്ടാ. കോറി അല്ല അങ്ങോട്ട് പോകണം. അവിടെ മറ്റേ പോയിട്ട് വരാം. കണ്ട മറ്റേ ഈ ഓരോ സിനിമകളൊക്കെ കണ്ടില്ലേ, മറ്റേ ഈ എ.ആർ. റഹ്മാൻ്റെ സിനിമകളുടെ അങ്ങോട്ട് പോകാൻ പാടില്ലേ? ചെളി അങ്ങനെ പോണ്ട, കിടക്കാൻ പറ്റില്ല. കണ്ട ചെളി വേണ്ട അങ്ങനെ ചെളി കൂടെ പോണ്ട. വല്ല പാമ്പുണ്ടാവും, മറ്റേ സാധനങ്ങളുണ്ടാവും, എന്താ പറയാ അണലി ഉണ്ടാവും. കയറാൻ ബുദ്ധിമുട്ടില്ല. ഇനി കയറ്റം കയറിയിട്ട് നമ്മൾ ചെപ്പാറ എന്ന് പറഞ്ഞ ഒരു വലിയൊരു പാറയിലേക്കാണ് പോണത് കേട്ടാ. കയറാൻ എളുപ്പം സരിതേ, ഇറങ്ങാനെ ബുദ്ധിമുട്ടുള്ളൂ. കയറാൻ വളരെ ഈസിയാണ്. അയ്യോ ആ രണ്ട് ചേച്ചിമാര് വെറുതെ ഇറങ്ങാണ്ട് നിന്നു അല്ലേ ഇവിടെ വരെ വന്നിട്ട്. ഇത് ഉരുൾപൊട്ടലിന്റെ ഒരു രീതി തന്നെയാണ് കണ്ട. ഇവിടെ ഒരു തടസ്സങ്ങളില്ല, മണ്ണ് കുത്തിയൊലിച്ചാണ്ട് വരും. അങ്ങനെ നമ്മള് ചെപ്പാറയ്ക്ക് പോവാണ് കേട്ടോ. അവിടെ ചെപ്പാറ റോക്ക് ഗാർഡനിലേക്ക് പോവാണ്. ഈ വട്ടായി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് ഒരു 2-2.5 കിലോമീറ്റർ 3 കിലോമീറ്റർ വരുന്നത്. നമ്മൾ റോക്ക് ഗാർഡൻ്റെ അവിടേക്ക് എത്തിയിട്ടാ. ഒരു വലിയൊരു കയറ്റമാണ് ആദ്യം. ഞാൻ മുന്നേ വന്നിട്ടില്ലേ അതുണ്ടാ. അപ്പോൾ നമ്മുടെ ഈ വലതുവശത്ത് കാണുന്നതാണ് ചെപ്പാറ
റോക്ക് ഗാർഡൻ എന്ന് പറഞ്ഞത്. ഇത് നീണ്ട് 1 കിലോമീറ്ററിന്റെ എത്ര ദൂരം എനിക്കറിയില്ല. പക്ഷെ അതിലേക്ക് നോക്കണേനേക്കാളും ചേട്ടനെ ആകർഷിച്ചത് ഇവിടെ ഒരു കുടുംബശ്രീയുടെ ഒരു തട്ടുകട കണ്ടു. അപ്പൊ ചേട്ടൻ ഞങ്ങളോട് ചോദിക്കാം വിശക്കുണ്ടോന്ന്. അത് പൊതുവായിട്ടുള്ള ചോദ്യമാണല്ലോ. കുടുംബ പുരാണ സിനിമയില് ഫിലോമിന മറ്റേ ഉണ്ണീൻ്റെ അടുത്ത് വന്നിട്ട് നിനക്ക് മസാല ദോശ വേണം ഹോട്ടലിൻ്റെ അടുത്തോട് പോയിട്ട് എന്ന പോലെയാണ് ചേട്ടൻ. ഞങ്ങളോട് വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ചേട്ടൻ വിശക്കുന്നുണ്ട്. ഇവിടെ വിശപ്പിനുള്ളതൊന്നും ഇല്ല തോന്നുന്നുണ്ട് ചേട്ടാ. പഴംപൊരി ബജ്ജി മതിയോ സ്ഥലത്തേക്ക്? ബജ്ജിണ്ട് വേണ്ട, എനിക്ക് വല്ല ചായ അങ്ങനെയല്ല, അങ്ങനെ അത് മാത്രം. ചായ ഉണ്ടാ? നിനക്ക് ചായ മതിയോ? ജഗുന് ചായ കഴിക്കാൻ? 2 ചായ 1 കാപ്പി ഇട്ടാ. അത്യാവശ്യം നല്ല വെയിലുണ്ട് ട്ടാ, ചൂടുണ്ട്. ചൂടുള്ള പരിപ്പുവട, ചായ കുടിച്ചോ. നിനക്കാണ് ചേട്ടന് ഇഷ്ടപ്പെടും. കടുപ്പം കൂടുതലാ, മധുരം കുറവാ. ഞങ്ങളിവിടെ ഇരുന്നപ്പോ ഇവിടെ പരിപ്പടിയില്ല. അപ്പൊ ആരാണ്ട് പരിപ്പട നടന്ന് തിന്നു പോകണം. അപ്പൊ ചേട്ടാ അതിന്റെ മണം പിടിച്ച് അങ്ങോട്ട് പോയപ്പോ അവിടെ നിന്ന് കിട്ടി. അപ്പൊ കയ്യോടെ ഉണ്ടാക്കാം. അങ്ങനെ 4 പരിപ്പട വാങ്ങിച്ചു. നല്ല ചൂടുണ്ട്, നല്ല ടേസ്റ്റ്. വെയിലൊന്നും ആറിയിട്ട് നമുക്ക് മുളി കയറാൻ വെച്ചിട്ടാ. ഇവിടെ കൊറേ നാടൻ നായ്ക്കളുണ്ട്. നമ്മുടെ പിന്നാലെ വരുമെന്നാണ് പേടി. ആള് കുറച്ചു നേരം ഞങ്ങളെ ചുറ്റിപ്പറ്റി നടക്കണു. ഞങ്ങൾ പരിപ്പുവടയുടെ കഷ്ണിട്ട് കൊടുത്ത് വലിയ താല്പര്യം ഇല്ല ആൾക്ക് തിന്നാൻ. നല്ല ആസ്തി തിന്നു. അപ്പൊ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്. ഉണ്ണിക്ക് ബിസ്ക്കറ്റ് വേണത്? വേണ്ടല്ലോ. ഞാനൊരു ചേട്ടനിട്ട് കൊടുക്കാൻ വേണ്ടിട്ടാണ്. ചായ കുടി കഴിഞ്ഞു. നീണ്ട ബ്രേക്കിന് ശേഷം ഞങ്ങൾ മങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊന്ന് കേറാന്ന് വെച്ചു. ഇതൊക്കെ ബൈക്കിലൂടെ മൂത്രമൊഴിക്കാനുള്ള സ്ഥലമൊക്കെ മറ്റേ അങ്ങോട്ട് നീങ്ങിട്ട് ടോയ്ലറ്റ് ഉണ്ടെന്ന് പറയും. ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. ചേട്ടനെ അയ്യോ അത് റോഡാണ്. അല്ല അത് വേണ്ട. ഞാൻ വിചാരിച്ചേ ഈ ചെപ്പാറാനെ കുറിച്ചുള്ള ഡീറ്റെയിൽ തരാന്ന് വിചാരിച്ചു. സത്യത്തിൽ അത് റോഡ് അങ്ങോട്ട് പണിതിട്ടുള്ള റോഡിന്റെ. ചേട്ടനുണ്ടല്ലോ മറ്റേ ഒരു കാര്യം പറയട്ടെ. ഞാൻ മൂത്രമൊഴിക്കുന്ന കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. ശരി, മറ്റേ നടന്ന് പറയാം. കേറാം നമുക്ക്. റിൻഡന്റെ അവിടേക്ക് ഞങ്ങൾ മറ്റേ 2-3 കൊല്ലം മുൻപ് ഷോർട്ട് ഫിലിമിന്റെ ലോഞ്ചിങ് അങ്ങടല്ലായിരുന്നേ. അന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെയാണ് ക്ഷണിച്ചത്. വലിയൊരു ഹോള്, ഇരിഞ്ഞാലക്കുടത്തെ വലിയൊരു കൺവെൻഷൻ സെന്റർ. വെള്ളാങ്കല്ലൂര്. അവിടുന്ന് ആളുകൾ ഇറങ്ങട്ടെ, എന്നിട്ട് കയറാൻ പറ്റില്ല. അതായത് ഇവിടുന്ന് കയറുമ്പോൾ അവിടുന്ന് ആളുകൾ ഇറങ്ങാൻ പാടില്ല. അങ്ങനെയാണ് അതിന്റെ കണക്ക്. നമുക്കൊരു കമ്പി പോലെ ഇങ്ങനെ നമ്മൾ പകുതി വഴി എത്തുമ്പോൾ അവിടെ നിന്ന് വല്ലവരും ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ കയറാം. പറഞ്ഞോ. എന്നിട്ട് എന്നിട്ട് ചേട്ടന് പറയാനുള്ള കേൾക്കാനുള്ള ഉഷാറ് നോക്ക്. ചേട്ടനെ പറ്റിയിട്ടുള്ള കുറ്റങ്ങൾ തന്നെ അവരും കൂടി കയറി പോകട്ടെ. ആണോ? എടുത്തോ ഇവരെ ഒരു മിനിറ്റ്. ഇവരെ എവിടെ വീട്? ശരി. ഇനി സരിത പറഞ്ഞു. സരിത മുന്നിൽ കിടക്ക് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളെയാണ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ക്ഷണിക്കപ്പെട്ട അതിഥികളായിട്ട് ഞങ്ങൾ അങ്ങനെ ചെന്നു. വലിയ ഹാളിൽ പരിപാടി, കുറേ ആളുകൾ വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ നല്ല സൂക്ഷിച്ച് നടക്കും. നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞങ്ങളിങ്ങനെ ചെന്നിങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ കുറേ പേരവിടെ നിൽക്കണവരുടെ പോയിട്ട് ചേട്ടൻ ചോദിക്കുക, ഈ മൂത്രമൊഴിക്കണ സ്ഥലം എവിടെയാ? അപ്പം ഞാൻ ചേട്ടാ. അപ്പം ആ ചെക്കനൊന്നും മനസ്സിലായില്ല. ചെറിയ കുട്ടിയാ, ചെറിയൊരാൺകുട്ടി. അപ്പോൾ ചോദിച്ചു, അല്ല ഈ മൂത്രമൊഴിക്കണ സ്ഥലം എന്നിട്ട് ചേട്ടാ. അപ്പോൾ ആ കുട്ടി കൊണ്ടുപോയിട്ട് ബാത്റൂം കാണിച്ചു കൊടുത്തു വരും. വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ടോയ്ലറ്റ് എവിടെയാന്ന് ചോദിക്കും ചേട്ടാ, അങ്ങനെ ചോദിക്കും, ദയവ് ചെയ്ത് അങ്ങനെ ചോദിക്കും ചേട്ടാ എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ചേട്ടൻ എവിടേക്കേലും പോയാലും എല്ലാവരോട് ചോദിക്കണ്ടെങ്കിൽ ഇങ്ങനെ ചോദിക്കുള്ളൂ. ഈ വെള്ളം കുപ്പി പിടിക്കാൻ പറ്റുമോ? പേടിയുണ്ടാ? അല്ല, 2 കൈ പിടിച്ചിട്ട് എനിക്കിതൊരു അവസ്ഥ പോലെ തന്നെയാണ് കേട്ടോ. അതായത് പിന്നെ ചായ രസമുണ്ടല്ലോ. അതല്ല, ഇത് ചായ വെള്ള കാരണം എനിക്ക് കുഴപ്പമില്ല. ചെരിഞ്ഞിട്ടുള്ള കയറുന്ന കാര്യം കുത്തനില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് അത്ര വലിയ കുഴപ്പമില്ല. ഇത് കുഴപ്പമില്ല കേട്ടോ. വെയിലുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ നല്ല ഇളം കാറ്റായി. അപ്പൊ ഇങ്ങനെ പിടിക്കാനുള്ള ഒരു കൈവരി ഉണ്ട്. ഇത്
ഞാൻ ചെപ്പാറയുടെ ചരിത്രം ഇതൊക്കെ നോക്കി ഒന്നും കാണാനില്ല. ഇതിന്റെ ചരിത്രം ഭൂമി ഉണ്ടായ കാലം തൊട്ടിട്ടുള്ളതാണ്. അല്ല ചെപ്പാറയുടെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇതൊരു വിനോദ സഞ്ചാര സ്ഥലമാക്കി മാറ്റിയത് എന്നാന്നാണ് ഉദ്ദേശിച്ചത്. ഞാൻ ബാക്കിൽ നടക്കണ പേടിണ്ടാ? വേണ്ട നീ ഞാൻ പിന്നിലേക്ക് നോക്കണില്ലേ ഞാൻ. ഇനി ഇറങ്ങുമ്പോ ചെയ്യാ? ഇല്ല അത് ഇറങ്ങാം, കുഴപ്പമില്ല. ഞാൻ ഒരു വട്ടം വന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് എനിക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. ചെരിവുള്ള കാരണം ഞാൻ അന്ന് അതിൻ്റെ മുകളിൽ നിന്ന് അല്ല അതിൻ്റെ അടിയിൽ നിന്ന് നടക്ക് ആളുകൾ പിന്നില് ഒരു വിധം കയറി വിശാലമായ ഒരു മൈതാനം പോലുള്ള ഒരു പാറയുടെ മുകളിലേക്കാണ് എത്തുന്നത് നമ്മൾ. നിനക്ക് പിടിച്ചു നടത്തണം കേട്ടോ. അല്ല ഇതന്നെ പിടിപ്പിക്കാൻ ഇത്തിരി പണി എടുത്തിട്ടുണ്ട്. കണ്ട എന്ത് ഭംഗിയല്ലേ? ഇല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? എന്ത് രസാണ്. സൂക്ഷിച്ച് നടക്ക്. നോക്കിയേ കാട് അകലെ കണ്ട. അതാ ഞാൻ പറഞ്ഞത്. അവിടെ മുനിയറയുണ്ട്, ഇതാ രണ്ടെണ്ണം അങ്ങനെ ചുറ്റും സംരക്ഷിച്ചോണത്. മുനിയറ ആദ്യമൊക്കെ അങ്ങോട്ട് പോയാൽ മതിയോ അത് ഇങ്ങോട്ട് പോയാൽ മതിയോ? അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് പോയാൽ മതിയോ? അങ്ങോട്ട് കുറെ ദൂരം ഉണ്ടാ? എവിടേക്കാ? കുറച്ച് ദൂരം. രണ്ട് സൈഡും പകുതി തന്നെയാണ്. അവിടേക്ക് കുറച്ച് നമ്മളെ സൂര്യൻ അസ്തമിക്കുന്ന സമയം നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെ അവിടെ എന്തിട്ടുള്ളേ? അവിടെ എന്താണുള്ളത്? മുകളിൽ എന്താണുള്ളത്? ബാഹുബലിയിൽ ചോദിക്കണ ചേട്ടനല്ലേ മുന്നേ വന്നിട്ടുള്ളത്? അങ്ങോട്ട് ആദ്യം പോവാം. അവിടെ ഒന്നുമില്ല, അവിടെ കേൾക്കാൻ തൂക്ക സ്ഥലം ഇങ്ങനെ. എന്തുട്ടായി സ്ഥലം? കിഴക്കാൻ തൂക്ക്. അപ്പൊ ഭയങ്കര രസമായിരിക്കും, നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇങ്ങനെ കുത്തനെ അതല്ലേ ഉദ്ദേശിച്ചത്? താഴ്ത്തിക്കാണ്ട് പാറ ഇറങ്ങി വരും. അതെ ഇവിടേക്ക് ഇങ്ങനെ ഞാൻ അന്ന് വരുന്ന ടൈമിൽ ബൈക്കുമ്പിലൊക്കെ ഇങ്ങനെ റൈഡ് ചെയ്തിട്ട് പിള്ളേരുകൾ ഇങ്ങോട്ട് വരും. ഇപ്പൊ അവിടെ പോലീസ് അവിടെ ഇത് ചെയ്തതുകൊണ്ട് ഇങ്ങനെ കാറൊക്കെ കൊണ്ടുവരുമ്പോൾ കാറ് മറ്റേ ഈ റൈഡിങ്ങുള്ള ജീപ്പ് ഇതൊക്കെ കൊണ്ട് ചാടിക്കും. ഓ അങ്ങനെ കുറെ ഉണ്ടോ ഓരോ ചാലുകളുണ്ടോ? ഇത് പ്രകൃതിദത്തമായ ഒരു പാറയാണ്. നന്നായി പറഞ്ഞു, നന്നായി. ആൾക്കാർ വിചാരിച്ചത് മാൻമേഡാന്ന് വിചാരിച്ച. അല്ല അത് ഭൂമി പറഞ്ഞ പോലെ ഭൂമി മറ്റേ വാഗമണ്ണൊക്കെ പോലെ അല്ലേ? വാഗമണ്ണ് ഞാൻ കണ്ടിട്ടില്ലേ? കാറിൽ കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞത്. അപ്പൊ കണ്ട വന്നില്ലേ? നഷ്ടായില്ല. ഇത്ര മനോഹരമായ കാഴ്ച കാണാൻ പറ്റില്ല. അല്ല വെയ്യി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് ഇനി മറ്റേ സാധനം പറയാ. ഈ സാധനം അവിടുത്തെ ഈ നമ്മള് വട്ടായ നമ്മൾ വെള്ളച്ചാട്ടം കണ്ടില്ലേ? അവിടെയായിരുന്നു വട്ടായി. അതെ ഞാൻ പറഞ്ഞില്ലേ സീതാകാടി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയ മോഹമായി നടന്നിട്ട് സീതാകാടി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ടോ. അപ്പൊ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് ഒരു ഭാഗം വട്ടായില് അത് എല്ലാവരും ഒരു ബലാസംഗ സീനാണ്. ബലാസംഗ അതെ ഞാൻ പറയാം. ആ സീനില്ലേ തിയേറ്ററിൽ ഞാൻ കണ്ടപ്പോ കണ്ട കാഴ്ച എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടീനെ പിടിച്ച് കിഡ്നാപ്പ് ചെയ്തിട്ട് കാടിൻ്റെ ഉള്ളിലുള്ള ഒരു വീട് അതിൽ കൊണ്ടിട്ടൊരു വൃത്തിയായിട്ടൊരു വീട് അതിൻ്റെ ഉള്ളിൽ കൊണ്ട് കൈയും കാലും കെട്ടി വായിൽ തുണിയൊക്കെ കുത്തി തിരിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ടേക്കാം. ആട്ടിട്ട് അത് ചെയ്യിപ്പിച്ചേക്കണ ആളുണ്ടല്ലോ, ആ ചെയ്യിപ്പിച്ചേക്കണ ഒരു തമ്പുരാൻ ആള് വന്നിട്ട് ഇവര് ചേട്ടൻ മുരളേട്ടൻ അങ്ങനെ 3-4 പേര് ഒരുത്തിലിരിക്കും. ഇവരോട് പറയാണ് റെഡി ആയിട്ടുണ്ട് പൊക്കോന്ന് പറഞ്ഞ. പക്ഷേ ഇവരവിടെ നീണ്ടിട്ടൊരോട്ടുണ്ട്. എന്തിട്ടോട്ടെന്ന് പറയാ, ആക്രാന്തം പിടിച്ചിട്ട് ഓടില്ലേ അതുപോലെ. അതല്ലേ ആ സീനല്ലേ? അത് നമ്മളോട് പറഞ്ഞോണത്. ബലാത്സംഗം ചെയ്യാനാണോ? ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. ഞങ്ങൾക്ക് ഈ പെണ്ണിനെ ബലാത്സംഗം ചെയ്യാനാണോ റേപ്പ് ചെയ്യാനാണോ എന്നുള്ള കാര്യം അറിയില്ല. ഞങ്ങളെല്ലാവരും അവിടെ ഇരിക്കുന്നു. എല്ലാവരും ഇരിക്കുമ്പോ പെട്ടെന്ന് സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ പറയുമ്പോ സന്തോഷത്തോടെ ഓടണം. അതാണ് ഞങ്ങൾക്കുള്ള ഓടണം എന്നാണ് ഇവരോട് പറഞ്ഞിട്ടുള്ളത്. ഇവർക്ക് അറിയില്ല ഈ സിനിമ കണ്ടപ്പോൾ ഇവരറിയണം ഇതിനാണ് ഇവർ ഓടിയെന്ന്. ഞങ്ങളെല്ലാവരും ഓടി ആ ഭാഗം നമ്മള് കണ്ടേ. എന്നിട്ട് പിന്നെ തിരിച്ചു വരും. അത് കഴിഞ്ഞിട്ട് ആ സിനിമ കണ്ടപ്പോ അതിലുള്ളതാ എനിക്കതിൽ ഇഷ്ടപ്പെട്ടൊരു സീൻ അതാ. ചിരിച്ച് എനിക്ക് വയ്യാണ്ടായി. പിന്നെ അത് കഴിഞ്ഞിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവര് ആ വീടിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്ന സീനുണ്ട്. അതാണെങ്കിൽ കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് അത് ഷൂട്ട് ചെയ്ത തിരിച്ചു വരുന്ന സീൻ. ആ സമയപ്പോഴത്തേക്കും ചേട്ടൻ സംവിധായകനായിട്ട് തെറ്റി അലമ്പായി.
അപ്പൊ ചേട്ടൻ ഫുഡ് കഴിക്കുന്നതിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പണ്ട് ചരിത്രം ഞങ്ങളോട് ഫുഡ് കഴിച്ചതിന്റെ കണക്ക് പറയേ അങ്ങനെ എന്തൊട്ടൊക്കെ ഉണ്ടായി ആള്. അപ്പൊ അങ്ങനെ ചേട്ടൻ പോയില്ല. അപ്പോ പിന്നെ തിരിച്ചു വരുന്ന സീൻ ഷൂട്ട് ചെയ്യാനായിട്ട് വിളിച്ചപ്പോൾ ചേട്ടൻ പോയില്ല. അപ്പം എന്തുട്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ വന്നപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങി വരില്ലേ, തിരിച്ച് കഴിഞ്ഞിട്ട് വരില്ലേ, അതിൽ ചേട്ടനില്ല. തിരിച്ചു വരുന്നവരെ കാണണം. മുരളിയേട്ടനൊക്കെ ഇങ്ങനെ തളർന്ന് അവശനായിട്ട് ഇങ്ങനെ. പക്ഷെ അവരോടൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. ഭയങ്കര അവശത അഭിനയിച്ച് വരാൻ പറഞ്ഞിട്ടുണ്ടാവും. ഇവര് കിട്ടിയ റോളല്ലേ, അഭിനയിച്ച് തകർത്തുണ്ട്. ഭയങ്കര എക്സ്പ്രഷനൊക്കെ അത്രയ്ക്കായിരുന്നു. തളർന്നിട്ടാണ് മുരളിയേട്ടൻ ഒക്കെ വരുന്നുണ്ടായിരുന്നത്. പക്ഷെ അച്ഛനയിലില്ല തിരിച്ചു വരണേല്. ഇവിടെ നമ്മൾ നടന്നപ്പോ ഈ മുനിയറ കാണാം. അതാണ് ഈ ഇത് കെട്ടിയിട്ട് സംരക്ഷിച്ചുകൊണ്ട്. അല്ല നമ്മൾ അതിൽ തെറ്റിയത് സംവിധാനമായിട്ട് തെറ്റി എന്നുള്ളത് പറയുമ്പോൾ ആളുകൾ പറയും എന്നാലും നിങ്ങൾ ചെയ്ത് ശരിയായില്ല, നിങ്ങൾ അതിൽ പങ്കെടുക്കണ്ടായിരുന്നു വിളിച്ചിട്ട് പോവാഞ്ഞത് മോശമായി എന്ന് പറയും. അങ്ങനെ പറയും. പക്ഷെ അതിന് കുറെ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുന്നേ. സിനിമയിൽ അഭിനയിച്ച് നന്നായുള്ളൂ അങ്ങനെ വേണമെന്ന് പറഞ്ഞ അന്ന് പ്രാന്ത് പിടിച്ച് നടക്കാലോ സിനിമയിൽ അഭിനയിക്കാൻ. കുറെ കാശും പോയി. പിന്നെ എന്നിട്ട് 4 ദിവസം ഞാൻ ഒരു വിവരം ഉണ്ടായിരുന്നില്ല അഭിനയിക്കാന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്തേക്ക് പോയിട്ട്. തിരുവനന്തപുരത്തായിരുന്നു ചിത്രാഞ്ജലിയില് 4 ദിവസം കഴിഞ്ഞ വന്നത്. നമ്മൾ രണ്ടാളും മാത്രം ഉണ്ടായിരുന്നുള്ള വീട്ടില്. ജഗ്ഗുവ ഞാനും എല്ലാ എത്ര വയസ്സുണ്ടാവും? ഏത് വർഷത്തിലായിരുന്നു? 2016. അപ്പൊ ജഗ്ഗുവിന് 6 വയസ്സ്. 6 വയസ്സായി ജഗ്ഗുവിനും എന്നെ ഒറ്റയ്ക്കാക്കി ചേട്ടൻ പോയി. എന്നിട്ട് ഭക്ഷണവും കിട്ടിയില്ല, വെള്ളവും കിട്ടിയില്ല, പണിയെടുത്തത് അവിടെ ഇവിടെ ഒരു നീലക്കരയായിട്ടൊരു മുണ്ടുണ്ടായിരുന്നു, അതും കൊണ്ടാ പോയിണ്ടായിരുന്നു. ആ 4 ദിവസം വെള്ളമുണ്ട്. അതാ 4 ദിവസം അതും എടുത്തിട്ട് ഞാൻ അഭിനയിച്ചത്. പണി പിന്നെ എന്നിട്ട് കുറെ പണി കുറെ പണി ലൊക്കേഷൻ ക്ലീൻ ചെയ്യല് അതൊക്കെ ഭക്ഷണവും ഇല്ല ഒന്നുമില്ല. മുണ്ട് ഞാൻ കളഞ്ഞു. അച്ഛ അതൊക്കെ കൊണ്ടാ വന്നേ, അതൊക്കെ കത്തിച്ചു കളഞ്ഞു. മുണ്ട് കഴുകിയെടുക്കാനൊന്നും പറ്റില്ല. അപ്പൊ നമുക്ക് ഇവിടെ ഡാൻസ് കളിച്ചാൽ നമുക്ക് നല്ല രസമല്ലേ? അവിടെ അവിടെ ഒരു കുഞ്ഞ് വെള്ളം ഉണ്ടാക്കല്ല, ഇത് ചെറിയ ഡാം, കുളമല്ല, ഈ പാറയുടെ അവിടെ വെള്ളം. നല്ല രസമുണ്ടല്ലേ ഇവിടെ കാണാൻ? ഇപ്പൊ നല്ല മൂടായിരിക്കും ഇവിടെ. അതായത് ഇപ്പൊ സമയം 4:45 സമയട്ടാ. എന്ത് രസമെന്നറിയിപ്പോ ഇവിടെ. അതേ ഇത് സംരക്ഷിത മേഖലയായിരിക്കും. കണ്ട ഒരു ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റാന് ചേട്ടാ? ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഇരിപ്പിടത്തിന്റെ ആവശ്യമില്ല, ഇവിടെ ഇരിക്കാവുന്നതുള്ളൂ. ഇരിപ്പിടം ആളുകൾക്ക് എന്തെങ്കിലും കഴിക്കാനും ഇതിനുള്ള സംവിധാനം മോളിലാ. ഇവിടെ വേസ്റ്റ് നിറയും. അതിനല്ല പിന്നെ തേങ്ങ സംസ്കരണം എന്ന് പറഞ്ഞ സാധനം. തേങ്ങ സംസ്കരണ അല്ലാന്ന് താഴത്തുണ്ടല്ലോ. ഉണ്ണി വഴിക്ക് വരൂട്ടാ. അതായത് ചൂടുവെള്ളമായിരിക്കും, കാരണം പാറയമ്മലുള്ളതല്ലേ, ഏറ്റവും ശുദ്ധമായ വെള്ളമായിരിക്കും. ആഹാ എന്ത് സുഖ. നല്ലൊരു മൂത്രം ഒഴിച്ചിട്ടുണ്ടാവും ചേട്ടാ. അതെ എന്താ ആരുപടിക്ക് ഇറങ്ങാഞ്ഞേ? ആരുപടിക്ക് വന്നില്ലല്ലോ ഈ വെള്ളത്തിലേക്ക്. വന്നിട്ടുണ്ടാവും. വേണമെങ്കിൽ ഇവിടെ കുളിച്ചോ? തോർത്തും കൊണ്ട് എടുത്തിട്ടില്ലേ? ആഹാ എന്തൊരു സ്ഥലേ വെള്ളം. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ദൈവം മഴ തൂടിയാണെങ്കിലോ ഈ കയറി നിൽക്കാൻ ഒരു ഇടല്ല, നനയാണെങ്കിൽ നനയും. അല്ല ഞാൻ വെറുതെ ചോദിച്ചതാ ചേട്ടനോട്, മുകളിൽ കയറിപ്പോ മഴ പെയ്ത് എന്തിട്ട് ചെയ്യാന്ന്. അപ്പൊ ചേട്ടൻ പറഞ്ഞ തോർത്തുമുണ്ട് കൈ പിടിച്ചിട്ടുണ്ട്, മറ്റേ ഫോണൊന്നും നനയാൻ പാടില്ലല്ലോ, അപ്പൊ തോർത്തുമുണ്ടോണ്ട് ഫോൺ പൊതിഞ്ഞു വെക്കാന്ന് പറഞ്ഞു. ഭയങ്കര രസമായിട്ടുള്ള സ്ഥലാട്ടാ. സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റും കൊണ്ടിരിക്കും. ഇപ്പൊ മഴ അധികം തുള്ളി തുടങ്ങി, മേത്തി മഴത്തുള്ളികള് വീണ് തുടങ്ങി. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി. ഇരിക്കുക അങ്ങ് കാടിന് കണ്ട അവിടെ നോക്കി. നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന പോയി മഴ. അതന്നെ പാട്ടുപാടി മഴ പെയ്ച്ചു എന്നല്ല കേട്ടിട്ടുള്ളൂ. പാട്ടുപാടി മഴനെ ഓടിച്ചു. പാട്ട് വന്നു. അതെ അവിടെ ഒത്തിരി വെയിലായി. സൂര്യൻ മേഘങ്ങളിൽ നിന്ന് മറഞ്ഞ് പുറത്തേക്ക് വന്നു. അപ്പോൾ വെയിലിൻ്റെ ഒരു ചൂടുണ്ട്. അപ്പോൾ ഞങ്ങളിത് ഇവിടെ തണലുള്ള സ്ഥലമുണ്ട്, അങ്ങോട്ട് നടക്കാം ഇരിക്കാനായിട്ട് കുറച്ച് നേരം.
അവിടെ കുറേ നേരം ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ കയറി. സൂര്യൻ കാർമേഘത്തിൻ്റെ ഇടയിൽ മറഞ്ഞു. ഇനി അങ്ങനെ അത്ര വെയിലിന് അത്ര ചൂടില്ല കേട്ടപ്പോൾ. ആ എന്തൊരു നല്ല കാറ്റാ. ഞാൻ കളിച്ചു കേൾക്കാൻ വെറുതെ. ഇവിടെ വന്നിട്ടേ കുട്ടികള് റീൽസ് ചെയ്യുന്നുണ്ട്. അവര് ഇപ്പോഴത്തെ ട്രെൻഡ് പാട്ടാന്നുണ്ടല്ലേ സരിത? ഫ്രഞ്ച് പാട്ടാ. ഫ്രഞ്ചല്ല, ട്രെൻഡ്. നോക്കിയേ ഭയങ്കര രസമല്ലേ? മഴ തൂടി തുടങ്ങി. ഇപ്പൊ സഞ്ചാരികളുടെ ഒഴുക്കായി തുടങ്ങിട്ടാ. ഈ സമയത്താണ് ഇവിടേക്ക് ശരിക്കും വരേണ്ടത്. ഈ സമയത്ത് ഇരിക്കാൻ രസം. മഴ അയ്യോ ചതിച്ചു. കോട എടുത്തിട്ടില്ല. കാറിലുണ്ട്. വാട്ടർ പ്രൂഫ് അല്ലേ നമ്മുടെ ഫോൺ, അതുകൊണ്ട് കുഴപ്പമില്ല. മൈക്ക് അതെ മഴ നമുക്ക് ഇറങ്ങാം വേഗം, അല്ലെങ്കിൽ നമ്മൾ നനഞ്ഞു കുളിക്കും. അതെ മഴ പെയ്തു. കുറച്ച് സമയം ഇരിക്കണം വിചാരിച്ചതായിരുന്നു. മഴ കൂടി. ഈ സമയത്ത് ഇരിക്കാൻ രസമായി. അല്ല ഇത്ര സമയം വെയിലുണ്ടായിരുന്നു. ഇപ്പൊ വെയിൽ പോയിട്ട് നല്ല കാലാവസ്ഥയായി. അപ്പൊ തേങ്ങ മഴ വന്നു. അപ്പൊ ഞാൻ ഇറങ്ങാം കേട്ടാ. ജഗു വെള്ളം തന്നോ കുടിക്കാൻ. അയ്യോ മഴ കൂടി മഴ കൂടി മഴ കൂടി. ഞാൻ ഇറങ്ങണു കേട്ടാ. മഴ കുറഞ്ഞു കേട്ടാ. നമ്മൾ ചെപ്പാർന്ന് ഇങ്ങോട്ട് പോകുന്നുട്ടോ. ചെപ്പാർന്ന് ഒരു 4 കിലോമീറ്റർ പോരുമ്പോൾ അപ്പോൾ ഇവിടെ പോകുമ്പോൾ ഡാമുണ്ട്. നമ്മൾ ഒരു വട്ടം വന്നിട്ടുള്ളതാണ്. അപ്പൊ ഈ വശത്തേക്ക് വരാണെങ്കിൽ 3 ഡെസ്റ്റിനേഷൻസ് ആണ് അല്ലേ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ. ഒന്ന് പട്ടായി വെള്ളച്ചാട്ടം, അത് കഴിഞ്ഞിട്ട് ചെപ്പാറ, അത് കഴിഞ്ഞിട്ട് പൂമല. അപ്പോൾ ഇവിടെ പൂമല ഡാം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാമിൻ്റെ മോളിലോടെ നമ്മൾ നടക്കണില്ല കേട്ടാ. നമ്മളിത് ഇവിടെ തുറന്നിട്ട് നോക്കാം. സമയം 6:40. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് നോക്കാമെന്ന് മാത്രമല്ല, വേറെ ഒന്നുമില്ല. അതിൽ കൂടെ ഇറങ്ങിയാൽ മതി. ഇറങ്ങാം. ഇവിടെ ഗേറ്റ് അടച്ചാ? ഇവിടെ ഇല്ല, അവിടെ ഗേറ്റ് അടച്ചു. ഇവിടെ കുറേ റിസോർട്ടുകൾ ഉണ്ടല്ലേ സരിത? സമയം വൈകി, എന്നാലും നല്ല അന്തരീക്ഷം. നമുക്കൊന്ന് പോയി നോക്കാം. എന്തായാലും ഇങ്ങോട്ട് വന്നതല്ലേ, അപ്പൊ ഇവിടെ കുറച്ച് നേരം ഇരിക്കാം നമുക്ക്. ഇതെന്തിട്ടാ? മുക്കുറ്റിയിലല്ലത്? മുക്കുറ്റിയല്ല അല്ലേ? ഏയ് മറ്റേ പൂവ്, മറ്റേ ഇതില് മറ്റേ മഞ്ഞ പൂവ്. അതന്നെ. ആഹ് നിറയെ താമര. ഈ അമ്പലം അല്ലേ ഇതില്? കുറച്ച് പറിച്ചോണ്ടു നമുക്ക് നമ്മുടെ ഫ്രണ്ടിലത്തെ കുളത്തിലിടാം. ഇടാൻ പറ്റില്ല. ഇതിന് ഡാമിന്റെ റിസർവോയർ ആണ് കേട്ടത്. നോക്കിയേ ഏരിയ നോക്കിയേ. ഇതിന്റെ അങ്ങോട്ട് നീറ്റാണ് ഡാമിന്റെ ഡാം. ആ വളവ് കഴിഞ്ഞിട്ട് ആ റോഡിയുടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മള് പോകുമ്പോ അതിലെ പോയില്ല. അതിന് മോളി അവിടെ പോയില്ല. നമ്മളിനിയിപ്പോ നേരെ വീട്ടിലേക്ക് അങ്ങനെ നമ്മൾ വന്നിട്ടുണ്ട്. എത്ര കൊല്ലം മുന്നേ നമ്മൾ വന്നിട്ട് ഇതിൽ ചവിട്ടിട്ട് തിരിഞ്ഞിട്ട് മറ്റേ ബോട്ടിൽ ചവിട്ടി 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 പോയിട്ട് വട്ടം കറങ്ങിയത്. ഇങ്ങനെ പെഡൽ ബോട്ടിൽ ഞങ്ങള് കേറി. എന്നിട്ട് ഞങ്ങള് ചവിട്ടുമ്പോ അത് വേറെ സ്ഥലത്തേക്ക് പോകും. വട്ടം കറങ്ങി നടക്കണ് കണ്ടോടാ. അവിടെ റിസോർട്ടല്ല, അതെ ഇതാന്നുണ്ട് നമ്മുടെ അല്ലറി ലഹരി വിമുക്ത കേന്ദ്രങ്ങളാണ് അത് തോന്നുന്നു. അന്ന് നമ്മൾ നമ്മള് പോയിട്ടില്ല. നമ്മള് പോയിട്ട് ആ വഴിയോടെ പോകുമ്പോ കണ്ടിട്ടുണ്ട് ഒരു ബോർഡ് കണ്ടിട്ടുണ്ട് അവിടെ ലഹരി വിമുക്ത കേന്ദ്രം. അല്ലല്ല. അയ്യോ എന്തൊരു കുഞ്ഞു കുഞ്ഞു കോട്ടേജുകള്. ആ അങ്ങനത്തെ സ്ഥലം തന്നെയാണ്. അല്ലാണ്ട് വെറുതെ അല്ല, കാശ് കൊടുത്തിട്ടാണ്. വേണമെങ്കിൽ 2 മിനിറ്റ് ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു കോട്ടേജുകൾ ഡാമിനെ നോക്കിയിരിക്കാം. ഭയങ്കര രസമായിരിക്കും. വെള്ളം ഉണ്ടായില്ലേ? മഴ പെയ്തിട്ടില്ലേ? ഇവിടെ വെള്ളം ഇല്ലാന്നാ പിന്നെ ഇതെന്തുട്ടാ? ഞാൻ വെള്ളത്തിലായിരിക്കുന്നത്. ഫുള്ള് വെള്ളം ഇരുന്ന് ചെക്കുവോ? ഞാൻ വെള്ളത്തിലായിരിക്കുന്നത്. എന്തായാലും നമ്മൾ നനഞ്ഞുണ്ട്. നമുക്കിനി കുളിച്ച് കയറാം. ഈ ഡാമിനെ ചുറ്റിട്ട് ഇങ്ങനെ റോഡുണ്ട്. സരിത കണ്ട ആ കാറ് പോണുണ്ടാക്കല നമ്മുടെ നേരെ ചേട്ടനും, 嗯 ചേച്ചിയും, മോനും. 嗯 ചേട്ടനും,
ഞങ്ങൾ തൃശ്ശൂർക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. അപ്പൊ ഇവർക്ക് ഫുഡ് കഴിക്കണം അത്ര. എങ്ങനെ എന്തോ ഇവിടെ നോക്കിയ ഇത് നോക്കാൻ പറ്റില്ല, ഞാൻ വണ്ടി ഓടിപ്പിക്കല്ലേ. ആ ശരിയാ, നോക്കണ്ട. ഫുഡ് കഴിക്കണം അത്ര. ഫുഡ് കഴിക്കാൻ ഇത് ആ മറ്റേ എവിടെ ജഗുവാ ചെപ്പാറയിൽ ഇരിക്കുമ്പോ തൊട്ട് തുടങ്ങിയതാ ഫുഡിന്റെ കാര്യം. അച്ഛൻ പോണ വഴിക്ക് നമുക്ക് അൽത്താസയിൽ കയറാം. പോണ വഴിക്ക് നമ്മുടെ സബ്സ്ക്രൈബറാണ് പോവട്ടെ. അൽത്താസിനെ പരിചയപ്പെടുത്തിയത്. അപ്പൊ അവർക്ക് അവിടേക്ക് കയറണം. അപ്പൊ എന്നാ അങ്ങനെ ആവാം എന്ന് ഞാൻ ഇത്തിരി ബലം പിടിച്ചു നോക്കി. പക്ഷെ ഇവര് തന്നെ വിടുന്ന ലക്ഷണമില്ല. സരിതയും ചെയ്യും എനിക്ക് പിടിക്കാൻ വേണ്ടിയാ ബാക്കിലല്ലേ. അങ്ങനെയല്ല, എന്ത് സ്വാഭാവികമായിട്ടാണ് നോണകൾ ഇങ്ങനെ പറയണേ. എന്നാ ഞങ്ങൾ ഇപ്പോൾ പറയുന്നു, ഞങ്ങൾക്ക് അൽത്താസയിൽ പോകണ്ട ചേട്ടൻ, വീട്ടിലേക്ക് വിട്ടോ വണ്ടി. ഓക്കെ നമ്മള് ഈ പാട്ടരാക്കിൽ എത്തിട്ടാ നമ്മള് ലെഫ്റ്റ് തിരിഞ്ഞു. അൽത്താസിന്റെ ബോർഡ് കാണണം കേട്ടാ. ഞങ്ങളവിടെ കേറുന്നു കാറ്. അങ്ങനെ ഞങ്ങള് പ്രശസ്തമായിട്ടുള്ള അൽത്താസിലേക്ക് വന്നു പറഞ്ഞിട്ടാ ഫുഡ് കഴിക്കാനായിട്ട്. വയറ് നിറഞ്ഞു. ആ അതെ, പോവാണ്, വീട്ടിലേക്ക് പോവാണ്. ബാക്കിലെ വേറെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ വേഗം നമ്മുടെ വണ്ടി മാറ്റണം. അപ്പൊ ഇനി അടുത്ത വേറൊരു ബ്ലോഗായിട്ട് നമുക്ക് കാണാം കേട്ടോ. അതന്നെ നിർത്തണേ.